ശ്രീ ബി എൻ ഹസ്കർ ഇടത് നിരീക്ഷകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രിന്റു മഹാദേവൻ പറഞ്ഞു വെച്ചത് താങ്കൾ ഈ ഡിബേറ്റിന് ആധാരമായ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട്ട് വഖഫിന്റെ കൂടുതൽ അവകാശവാദം വരികയാണ്. 2219 സ്വത്തുക്കളിലെ അവകാശവാദം വഖഫ് ബോർഡ് ഉന്നയിച്ചിരിക്കുകയാണ്. അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, അത് വഖഫ് ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ നിന്നും ലഭ്യമായ കണക്കുകളാണ്. അതിനെ അധികരിച്ചുകൊണ്ടാണ് ഈ ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് പ്രിന്റു മഹാദേവൻ പറഞ്ഞു വെക്കുന്നത് ഇത് രാഷ്ട്രീയമായ ഒരു വാദമല്ല, അത്തരത്തിലൊരു ക്യാമ്പയിൻ അല്ല, ഇത് ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ ദൈന്യത അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തുന്നത് എന്നാണ്. ഈ പുതിയ വെളിപ്പെടുത്തലുകളോട്, പുതിയ കണക്കുകളോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അങ്ങതില് ഏറ്റവും പരമപ്രധാനമായി ഈ ചർച്ചയടക്കം ഒരു രാഷ്ട്രീയ ഗിമിക്കിന്റെ ഉപഭോഗ വസ്തുവായി മാത്രം കാണാനേ കഴിയുള്ളൂ. കാരണം വഖഫ് സ്വത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു വഖഫ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വസ്തുവിന്മേലുള്ള പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് വഖഫ് ബോർഡിനാണ്. അങ്ങനെ അന്യാധീനപ്പെട്ടിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാനുള്ള അധികാരം 2015 വഖഫ് ഭേദഗതി നിയമത്തിലൂടെ രാജ്യത്ത് വന്നതിനു ശേഷം രാജ്യത്താകമാനം തിരിച്ചുപിടിക്കപ്പെട്ട സ്വത്തുക്കളുടെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ എത്രത്തോളം സ്വത്തുക്കൾ വഖഫ് ആയിരുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും ആ നഷ്ടപ്പെട്ടിട്ടുള്ള സ്വത്തുക്കൾ എങ്ങനെയൊക്കെ തിരിച്ചുപിടിക്കുന്നതിന് അതിന്റെ കണക്കുകൾ രാജ്യത്തെ വിവിധ വഖഫ് ബോർഡുകളുടെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലേത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. നമുക്കറിയാം, കേരളത്തിലെ നമുക്ക് ഭൂപ്രകൃതി എന്ന് പറയുന്നത് വളരെ ജനസംഖ്യാനുപാതത്തിൽ കുറവ് ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ സ്വാഭാവികമായും നമ്മുടെ ഭൂവിഭവ ശേഷിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി, രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനു വേണ്ടി ഈ വഖഫ് ബോർഡ് ഏതോ തരത്തിൽ അന്യാധീനമായി വഖഫ് സ്വത്തുക്കൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുന്നു എന്നുള്ള വലിയ വിപുലമായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു, ഒരു ചർച്ച നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ മുനമ്പത്തെ ഭൂമി പ്രശ്നം എന്ന് പറയുന്നത് സർദാർ സേട്ട് നൽകിയിട്ടുള്ള വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി അല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടാവുന്നതാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള പരിഹാരത്തിനപ്പുറം നിയമപരമായിട്ടുള്ള പരിഹാരമാണ് അക്കാര്യത്തിൽ വേണ്ടത്. ആ നിയമപരമായ പരിഹാരം ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം വരുന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചെയ്യും എന്ന് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ഉറപ്പ് കൊടുത്തിട്ടുള്ളതും ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് ഇങ്ങനെ പുതിയ ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന ഭൂ ജിഹാദ് എന്ന പുതിയ ഓമന പേരിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരു മതവിഭാഗത്തിലെ ആളുകൾക്ക് വേണ്ടി ഏതോ തരത്തിലുള്ള പ്രീണനം നടത്തുന്നു സംസ്ഥാന സർക്കാർ എന്ന അർത്ഥത്തിൽ ഒരു പ്രചരണായുധമായി ഉയർത്തി കാണിക്കുന്നത് ഒരു തരത്തിലും ആശങ്ക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ പാലക്കാട് ഇപ്പോൾ ഉയർത്തപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ ഒരാളുടെയും കൈവശമിരിക്കുന്ന ഭൂമി തിരിച്ചു പിടിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ അന്യാധീനമായി ആരെങ്കിലും ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൈയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ വഖഫ് ബോർഡിനൊപ്പം നിൽക്കും എന്നു തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ദൃഢമായിട്ടുള്ള തീരുമാനം. അതിലൊരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട. എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിന്റെ ഭൂമികൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എതിർ കൈവശം വെച്ചാൽ നിയമപരമായി പോലും ആ എതിർ കൈവശം വെച്ച ആളിന് ആ ഭൂമി സ്വന്തമാക്കുന്നതിനാവില്ല. പക്ഷെ ഒരു വ്യക്തിയുടെയോ സംസ്ഥാന സർക്കാരിന്റെ റവന്യൂ ഭൂമിയാണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ഭൂമി 13 കൊല്ലക്കാലം മറ്റൊരാൾ എതിർ കൈവശം വെച്ചു കഴിഞ്ഞാൽ കോടതി മുഖാന്തരം അയാൾക്ക് ആ ഭൂമി തന്റേതെന്ന രീതിയിൽ സ്വന്തമാക്കുന്ന നിയമപരമായ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ 30 കൊല്ലം ഒരു വ്യക്തി കൈവശം വെച്ചു കഴിഞ്ഞാൽ എതിർ കൈവശം അവകാശപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ അയാൾക്ക് ആ ഭൂമി സ്വന്തമാകും. പക്ഷെ ദേവസ്വം ബോർഡിന്റെ ഭൂമിയോ അതല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളോ ആരെങ്കിലും എതിർ കൈവശം വെച്ചാൽ ആ എതിർ കൈവശം വെക്കുന്ന ആളുകൾക്ക് നിശ്ചയമായും ആ ഭൂമി എതിർ കൈവശം അവകാശപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചൊരു ഉത്തരവ് നേടാനാവില്ല എന്ന നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇത്തരം ഭൂമികൾക്കുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നം ഇക്കാര്യത്തിൽ ഇല്ല. ഇതൊരു നിയമപരമായി പരിഹരിക്കേണ്ട വിഷയം മാത്രമാണ്.
നിയമപരമായി തന്നെ ഇക്കാര്യത്തിൽ പരിഹരിക്കപ്പെടും. അല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനമില്ല. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഭൂമി ആരെങ്കിലും തട്ടിയെടുക്കുമെന്നോ ഈ പക്ഷേ ഭൂമിയുടെ ശ്രീ അസ്കർ, മുനമ്പത്തുകാർക്ക് ഇതൊന്നും ബോധ്യമാകുന്നില്ല. അവരുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണ്.